ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ കൊണ്ടുവന്ന ഒരു പുതിയ മാറ്റത്തെക്കുറിച്ചാണ്. പാസ്പോർട്ടിൽ പങ്കാളിയുടെ പേര് ചേർക്കാനുള്ള നടപടിക്രമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയ രീതികൾ ഇനി പ്രായോഗികമല്ല. എന്തൊക്കെയാണ് പുതിയ നിയമങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക. പാസ്പോർട്ട് പുതുക്കുമ്പോഴോ പുതിയ പാസ്പോർട്ട് എടുക്കുമ്പോഴോ പങ്കാളിയുടെ പേര് ചേർക്കാൻ ഇനി വിവാഹ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചുള്ള ഫോട്ടോയോട് കൂടിയ ഒരു പ്രസ്താവനയോ നിർബന്ധമാണ്. നിങ്ങളുടെ പേരിനൊപ്പം ഇനീഷ്യലായി വരുന്നത് അക്ഷരങ്ങളാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും വളരെ ഉപകാരപ്രദമായ നിയമമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. പാസ്പോർട്ട് സുരക്ഷയും വ്യക്തിത്വ വെളിപ്പെടുത്തലും ഉറപ്പാക്കുക എന്നതാണ് ഈ മാറ്റത്തിന്റെ ലക്ഷ്യം. എങ്ങനെയാണ് പങ്കാളിയുടെ പേര് ചേർക്കുക എന്ന് നോക്കാം. അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം വിവാഹ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക എന്നതാണ്. വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും ഒന്നിച്ചുള്ള ഫോട്ടോ പതിച്ച ഒരു പ്രസ്താവനയിൽ ഒപ്പിടണം. വനിതാ അപേക്ഷകർക്ക് പിതാവിൻ്റെയോ കുടുംബത്തിൻ്റെയോ പേര് മാറ്റി പങ്കാളിയുടെ പേര് ചേർക്കണമെങ്കിൽ അവർക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രസ്താവന സമർപ്പിക്കണം. പാസ്പോർട്ടിൽ നിന്ന് പേര് നീക്കാനാണെങ്കിൽ വിവാഹ മോചനം നേടിയിട്ടുള്ളവരാണെങ്കിൽ കോടതിയിൽ നിന്നുള്ള വിവാഹമോചന ഉത്തരവ് ഹാജരാക്കണം. ഇനി ജീവിത പങ്കാളിയുടെ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മരണ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. അപേക്ഷക പുനർവിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ വിവാഹ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പുതിയ പങ്കാളിയോടൊപ്പമുള്ള ഫോട്ടോയോട് കൂടിയ പ്രസ്താവനയും സമർപ്പിക്കണം. എല്ലാ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിലും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിലും ഈ മാറ്റങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. പ്രസ്താവന തയ്യാറാക്കേണ്ടതിന്റെ ഫോമുകൾ പാസ്പോർട്ട് സേവയുടെ വെബ്സൈറ്റിലും അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റു ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലുമൊക്കെ ഇതിന്റെ ഫോമുകൾ ലഭ്യമാണ്. പാസ്പോർട്ടിൽ പങ്കാളിയുടെ പേര് ചേർക്കാനുള്ള നടപടിക്രമങ്ങളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായെന്ന് കരുതുന്നു. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമെങ്കിൽ അടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഈ അറിവുകൾ ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.